ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര ഗോവ പാർട്ട് 2 ആണ്. ഗോവയുടെ ഒരു പാർട്ട് 1 നമ്മൾ കണ്ടിരുന്നു. ഇത് നമ്മൾ സ്വന്തമായിട്ടൊരു റെന്റ് വണ്ടി എടുത്ത് വീണ്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ദൂദ്സാഗർ നമ്മുടെ പ്ലാനിലുണ്ട്, നടക്കുമെന്ന് അറിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ഹിഡൻ ആയിട്ടുള്ള കുറച്ച് ഏരിയാസും കൂടി ബീച്ചസും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നു. ഓക്കെ, കേരളത്തിൽ നിന്ന് ഗോവയിലെത്താൻ ഏറ്റവും നല്ലത് ട്രെയിനാണ്. മഡ്ഗോൺ സ്റ്റേഷനാണ് നമ്മുടെ ലക്ഷ്യം. ഉച്ചയോടുകൂടി നമുക്കവിടെ എത്തുകയും അവിടുത്തെ പ്രശസ്തമായ ഫിഷ് താളി കഴിക്കാം. ചപ്പാത്തി, ചോറ്, സാലഡ്, അതൊരു പ്രത്യേകത ഒരു രസം പോലത്തെ ഒരു വെള്ളം, മുട്ട പൊരിച്ചത്, ഉപ്പേരി, ചെമ്മീൻ്റെ ഒരു കറി, പിന്നെ ഫിഷ് കറി ഉണ്ടാവും. ഫിഷ് റവയിൽ വറുത്ത ഒരു തരം ഫിഷ് താളിയാണ് ഈ കാണുന്നത്. നേരെ ആദ്യം പോയത് പാരാ കോക്കനട്ട് ട്രീ റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഉണ്ടെങ്കിലും നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും ഒക്കെ ഒരുപാട് ഈ റോഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണും. ഗോവയിലെ സ്ഥിരം സാന്നിധ്യങ്ങളായ ക്ഷേത്രങ്ങൾ, പള്ളികൾ കണ്ടതിന് ശേഷം രാത്രി ഗോവയിലെ ടിറ്റോസ് ലൈനിൽ പബ്ബുകൾ കാണാനായിട്ട്, അവിടുത്തെ മ്യൂസിക്കൽ നൈറ്റ്സ് കാണാനായിട്ട് നമ്മൾ ഇറങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പഞ്ചാബി സ്റ്റൈലിലായിരുന്നു. ശേഷം ഗോവയിലെ മനോഹരമായ റോഡുകളിലൂടെ നോർത്ത് ഗോവ സൗത്ത് ഗോവയെ കണക്ട് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ് ഉണ്ട്, അതിലൂടെയുള്ള യാത്രയാണ്. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് അംബേദ്കർ പാർക്ക് അറ്റ് ഗോവ. നമ്മളിവിടെ തൊട്ട് തന്നെ ഒരു ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പാക്കേജ് ആണ്. അതിൽ കുറെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഡിന്നർ ക്രൂയിസ് ആണ്. അപ്പൊ അതിന്റെ ടൈം ആയിട്ടില്ല. അതുവരെ നമ്മൾ ഈ പാർക്ക് ഒന്ന് കാണാം. ഒരുപാട് തരത്തിലുള്ള ക്രൂയിസ് പാക്കേജുകൾ നമുക്ക് അവൈലബിൾ ആണ്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള പാക്കേജുകളുണ്ട്. DJ പാർട്ടിയും ആക്ടിവിറ്റീസും ഒക്കെ ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിനായിട്ട് എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഓരോ റൈഡുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. വാട്ടർ ആക്ടിവിറ്റീസ് കഴിഞ്ഞു. പാക്കേജിൽ 2 കൂപ്പൺ, അതിൽ സോഫ്റ്റ് ഡ്രിങ്ക്, വാട്ടർ ബോട്ടിൽ, ബിയർ, വിസ്കി ഏതെങ്കിലും. ഇനി DJ. അങ്ങനെ
ക്രൂയിസിലെ പാക്കേജിലെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾക്കിനി രാത്രി ഗോവൻ നൈറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഡബിൾ ഡക്കർ ബസ്സുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പക്ഷെ അതിൽ കയറിയില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടുകൾ, ഇവിടുത്തെ ആക്ടിവിറ്റീസും എല്ലാം കാലത്ത് നമ്മൾ പോയി കണ്ടു. ദൂദ്സാഗർ വെള്ളച്ചാട്ടം അടച്ചിട്ടിരിക്കുകയാണ് എന്നതുമായിട്ട് മഹാരാഷ്ട്രയുടെ അംബോളി വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുകയാണ്. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ ഗോവയിലെ പ്രകൃതിയിൽ നിന്ന് മഹാരാഷ്ട്രയുടെ ഇടതൂർന്ന വനമേഖലയിലൂടെ സഞ്ചരിച്ച് അവസാനം അംബോളി എന്ന വെള്ളച്ചാട്ടത്തിനരികിലെത്തുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ് കാത്തിരിക്കുന്നത്. പക്ഷേ ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവിടെയും വെള്ളം ഉണ്ടായിരുന്നില്ല. വെള്ളച്ചാട്ടത്തില് ഒരുപാട് ആളുകൾ കാണാനെത്തിയിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ലെങ്കിലും പ്രകൃതി ഒരുക്കിയ മനോഹരമായ വ്യൂ പോയിന്റുകൾ നമുക്ക് അവിടെ കാണാം. ഗോവയിലെ പ്രശസ്തമായ ഗാന്ധി ന്യൂ മാർക്കറ്റ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ഗാന്ധി ന്യൂ മാർക്കറ്റ്. ഇതുവരെ കാണാത്ത ഗോവയിലെ കളർഫുൾ കാഴ്ചകൾക്ക് ശേഷം തിരിച്ച് നാട്ടിലേക്ക് മറ്റൊരു യാത്രാ വ്ളോഗിൽ കണ്ടുമുട്ടാം. താങ്ക് യു.